അപ്പം നമ്മളിന്ന് നിൽക്കുന്നത് വെച്ചാൽ നമ്മുടെ വാഴ ട്രോൾ സെർവറിലാണെങ്കിൽ അതെ വാഴ നമ്മുടെ വീടും വാഴയിലാണ് വന്നിരിക്കുന്നത്. ഇന്ന് നമുക്ക് ചെറിയൊരു പരിപാടി. നിങ്ങൾക്ക് എൻ്റെ സ്കിന്ന് കാണുമ്പോൾ മനസ്സിലായിട്ടുണ്ടാവും നമ്മൾ അന്ന് വന്ന പാവപ്പെട്ടല്ല, നമ്മൾ ലെവലങ്ങ് മാറ്റി. അല്ലേ നമ്മൾ ലെവലൊക്കെ അങ്ങോട്ട് മാറ്റിയപ്പോൾ നമ്മൾ റിച്ചായി. ഇവിടെ വന്നപ്പോൾ നമുക്ക് അവർക്ക് നമുക്ക് ഡയമണ്ടും കാര്യങ്ങളൊക്കെ നമ്മളിപ്പോൾ റിച്ച് മാനാണ്. നമ്മൾ ഒരു ഷർട്ടൊന്നും മാത്രമല്ല കണ്ടാ കാണിച്ചറിയാൻ ലോഡാവട്ടെ കണ്ട ഇരിപ്പുണ്ട ഡയമണ്ടും ഇതും ടോട്ടം ഡാർബർ ഡെലേട്ര ഇനി എന്തൊക്കെ വേണം ആവശ്യത്തിൽ അധികം ഡയമണ്ട് നമുക്ക് ഈ ഡയമണ്ട് ഇങ്ങനെ എറിഞ്ഞ് കളയാം. കണ്ട ഡയമണ്ട് ഇരിക്കുന്ന ഇരിപ്പം ഒന്നും വേണ്ടെന്ന് അത്രയും പവറിലാണ് ഇരിക്കുന്നത് നമുക്ക് ഡയമണ്ട് ആവശ്യമില്ല. പിന്നെ വേറൊരു പ്രശ്നമുണ്ട്, ഇത്ര ഡയമണ്ട് ഞാൻ നമ്മുടെ കയ്യിലുള്ളപ്പോൾ ചിലവന്മാർ ചെറിയ ചെറിയ കള്ളന്മാർ, അതെ ചെറിയ പീക്കിരി കള്ളന്മാർ, അതായത് ഇവിടെയുള്ള കുരുപ്പുകൾ നമ്മുടെ എടുക്കാൻ വേണ്ടി നോക്കും. അപ്പോൾ നമുക്ക് എവിടെയെങ്കിലും സേഫ് ആയിട്ട് വയ്ക്കണം. അപ്പോൾ നിങ്ങൾ എനിക്ക് ഒരു വീട് വെച്ചാൽ പോരെയെന്ന്. ഞാൻ പറ്റില്ല, വീടൊന്നും പറ്റില്ല, എനിക്കൊരു സ്ഥലം ഉണ്ടാക്കണം. അതെ നിങ്ങൾ വിളിക്കുന്ന പോലെ തന്നെ മച്ചാനാണ് നമ്മുടെ മെയിൻ കൂട്ടുകാരൻ. മച്ചാനെ സെറ്റല്ലേ എടാ, ഞാൻ ഇപ്പോൾ പറഞ്ഞ ആരോടെങ്കിലും പറഞ്ഞാൽ തല 2 വെട്ടടി ഞാൻ നിലത്ത് വയ്ക്കും. ഓക്കെ സോ നമ്മളൊരു സീക്രട്ട് ബേസ് ആണ് കേസ് ഉണ്ടാക്കാൻ പോകുന്നത്. അതെ ഒരു സീക്രട്ട് ബേസ് ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ ഇവിടെ ആരും അറിയാൻ പാടില്ല. അതാണ് അല്ലാണ്ട് സീക്രട്ട് ബേസ് തന്നെ പിന്നെ പബ്ലിക്കാക്കാൻ തല്ലല്ലോ. ഓക്കെ അപ്പോൾ അതൊക്കെയാണ് കാര്യങ്ങൾ. പിന്നെ ഞാൻ നിങ്ങളായിരിക്കും സീക്രട്ട് ബേസ് ഈ വീഡിയോയിൽ പറഞ്ഞാൽ അവർ കാണില്ല കേസ്. കാരണം ഞാൻ അതിൻ്റെ വഴി കാണിക്കാനില്ല, അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് സീക്രട്ട് ബേസ് ഉണ്ടാക്കി അതിൻ്റെ ഉൾഭാഗം പറഞ്ഞ് ഞാൻ കാണിച്ചിട്ടുണ്ട്. എങ്ങനെയുണ്ട് അതിൻ്റെ ബുദ്ധി ഈശേ. അപ്പോൾ നമ്മൾ എവിടെയായിട്ട് ഉണ്ടാക്കണമെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മുടെ ഈ സിറ്റിയിൽ കറക്റ്റ് സമയത്താണ് നമ്മൾ കയറിയിരിക്കുന്നത്. സീക്രട്ട് ബേസ് ഉണ്ടാക്കിയിട്ട് അവസാനം നമ്മൾ ഒരു ഷെയ്ഡറാക്കിയിട്ട് കാണിച്ചു തരാം എങ്ങനെയുണ്ട് ലുക്ക് എന്നൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യുള്ളൂ. സീക്രട്ട് ബേസ് ഇഷ്ടപ്പെട്ട റേറ്റ് ചെയ്യുക ഗൈസ്. ഓക്കെ അപ്പോൾ ഇതിപ്പോൾ ഈ വീഡിയോയുടെ ലെങ്ത്തും വളരെ കുറവായിരിക്കും, കാരണം സീക്രട്ട് ബേസ് ഉണ്ടാക്കി ഞാൻ കാണിച്ചു തരണമല്ലോ, ഉണ്ടാക്കി കഴിഞ്ഞിട്ടല്ലേ കാണിച്ചു തരണമായി. അപ്പോൾ എന്തായാലും സീക്രട്ട് ബേസ് ഉണ്ടാക്കിയിട്ട് കാണാം. അങ്ങനെ കുറേ നേരം നിർത്തിയിട്ട് കേസ് അത്യാവശ്യം നേരമൊക്കെ എടുത്തു. അപ്പം സീക്രട്ട് ബേസിൻ്റെ പരിപാടി നൽകി കഴിഞ്ഞിട്ട് കേസ് നമ്മൾ അടിയിലാണ് സീക്രട്ട് ബേസ്. ഞാൻ പറഞ്ഞില്ല ഒരു അണ്ടർഗ്രൗണ്ടിലാണ് നമ്മൾ സെറ്റ് ആക്കുന്നത്. ആർക്കും അറിയില്ല കേസ്, കുറേ ദൂരത്താണ്. ഓക്കെ ഞാൻ കാണിച്ചു തരാൻ ചാടിയിട്ട് ഇവിടുന്ന് അടിക്ക് ഇങ്ങനെ ചാടാം. ഞാൻ ചാടി കാണിച്ചിട്ട് കേസ്. സോ ആരും കണ്ടുപിടിക്കില്ല ഞാൻ പ്രതീക്ഷിക്കുന്നത്. നമ്മൾ അത്യാവശ്യം നല്ലപോലെ കുറേ ദൂരത്തേക്കുണ്ട്, പിന്നെ സീനില്ല കേസ്. ഞാൻ ചെറുതായിട്ടുള്ള ബിൽഡ് ചെയ്യാൻ പറ്റുള്ളൂ. സീക്രട്ട് ബേസ് അല്ലേ കാണിച്ചു തരാൻ ചാടി. വെള്ളം ഉണ്ടല്ലോ അടിയിൽ. ഓക്കെ ചാടിയിട്ടുണ്ട്. എങ്ങനെയുണ്ട് പറ ഗൈസ്, ഇതാണ് ഞാൻ പറഞ്ഞ ബേസ്. കണ്ട സെറ്റല്ലേ, സെറ്റപ്പായി നമ്മൾ ഉണ്ടാക്കിയിട്ടില്ലേ. മേളിൽ നമ്മൾ ചെറിയ ലീവ്സും സാധനങ്ങളൊക്കെ വെച്ച് സെറ്റപ്പായിട്ട് നമ്മളത് ബിൽഡാക്കിയിട്ടുണ്ട് ഗൈസ്. അല്ലേ പിന്നെ കണ്ട ഗ്ലോബറീസും ഒക്കെ വെച്ച് സീക്രട്ട് ബേസ് കിഡിലായിട്ട് നമ്മൾ ഉണ്ടാക്കിയിട്ടില്ലേ. നിങ്ങൾ പറയും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമ്മൾ ഷൾക്കേഴ്സൊക്കെ വെച്ച് നമുക്ക് ലൂട്ടൊക്കെ വെക്കാൻ വേണ്ടി സെറ്റാക്കും. അപ്പോൾ ഇതാണ് സീക്രട്ട് ബേസ്. ആരും കണ്ടുപിടിക്കില്ല ഞാൻ പ്രതീക്ഷിക്കുന്നത്. ആരും കണ്ടുപിടിക്കാണ്ടിരുന്നാൽ മതിയായിരുന്നു. ഇപ്പോൾ സർവറിൽ ആരില്ല, ഒരുത്തം കയറിയിരുന്നു, അവൻ അറിഞ്ഞിട്ടില്ല, അവൻ കയറി അപ്പം തന്നെ ബാക്ക് അടിച്ച്. ഓക്കെ സോ നമ്മൾ പിന്നെ ഈ ഇങ്ങനെയാണ് നമ്മൾ വെക്കാൻ പോകുന്നത്. ഒരു വെള്ള ഷൾക്കർ ഒരു ഗ്രീൻ ഷൾക്കർ അങ്ങനെയാണ് വെക്കാൻ പോകുന്നത്. പിന്നെ ഞാൻ ഇവിടെ ഒന്ന് നിറയ്ക്കണം ഷൾക്കേഴ്സൊക്കെ. ഗേസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ പറ ഗേസ്. ഞാൻ അവസാനം വീഡിയോ അവസാനം ഷെയ്ഡറിട്ട് കാണാം, ഷെയ്ഡറിട്ട് കാണിച്ച് തരാം. സോ നിങ്ങളെല്ലാവരും വെയിറ്റ് ചെയ്യുക. അവസാനം ഒരു വീഡിയോ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് മനോഹരമായ ഷെയ്ഡിട്ട് കാണാം. ഓക്കെ സോ ഇതൊക്കെയാണ് സംഭവങ്ങൾ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാന്ന് പറയുക. ഞാൻ അത്യാവശ്യം ലുക്കൊക്കെ ഉണ്ട്. ആ ഫോളിങ് എഫക്റ്റൊക്കെ വരുമ്പോൾ വേറൊരു വൈബാണ് എൻ്റെ പൊന്നോ. സീൻ കിഡിലും ഞാൻ പറഞ്ഞില്ല വീട്ടിൽ അങ്ങനത്തെ ഇത്തിരി. സോ ഞാൻ ഇപ്പം ഷെയ്ഡെടുത്ത് കാണിച്ചിട്ടുണ്ട്. ഇത്രയൊക്കെ പരിപാടി അടിയിൽ ചെസ്റ്റും ഷൾക്കറൊക്കെ വെച്ചിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഷെയ്ഡർ ഒരു കിഡിലും ഷെയ്ഡറാണ് ഇട്ടിക്കണത്. ഞാൻ വീണ്ടും നിങ്ങൾക്ക് അടിക്ക് ചടി കാണിച്ചിട്ടുണ്ട്. ലുക്ക് എങ്ങനെയുണ്ടെന്ന് പറ. സീൻ ഷെയ്ഡറാണ് ഇത്. എനിക്ക് ഉടുക്കുക തന്നെ വൺ ഓഫ് ദ ഫേവറേറ്റ് ഷെയ്ഡറാണ്. ഞാൻ എനിക്ക് കാണിച്ചു തരാം. നമ്മുടെ സ്കിന്നും കൂടെ എങ്ങനെയുണ്ട് പറയുക. ഓക്കെ അടിയിൽ വെള്ളം ഉണ്ടല്ലോ, ഉണ്ട്. ഓക്കെ 3 നോക്കറാ ഷെയ്ഡറിട്ട് ലുക്ക് നോക്കറാ. അയ്യോ എൻ്റെ പിന്നെ ഹെവണ്ട് കയറി ലുക്കോടാ. കണ്ടോ നമ്മൾ ഷൾക്കേഴ്സ് ലെഫ്റ്റ് സൈഡിൽ നിങ്ങളൊക്കെ മനസ്സിലാവും. ഷൾക്കേഴ്സ് ഫുൾ സെറ്റ് ആയിട്ടുണ്ട്. പിന്നെ നമ്മുടെ ചെസ്റ്റുകൾ വെച്ചിട്ടുണ്ട്. വാസ്റൈസർ കോപ്പർ ചെസ്റ്റാണ് വെച്ചിരിക്കണത്. ഫുള്ള് സെറ്റാണ്. ഞാൻ പറഞ്ഞ സീക്രട്ട് ബേസ് നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ കിഡിലായിട്ട് ഉണ്ടാക്കുള്ളൂ, അല്ലെങ്കിൽ നമ്മൾ പിന്നെ ഉണ്ടാക്കിയില്ല കേസ്. നമ്മൾ കിഡിലോസ്കായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് നമ്മൾ സീക്രട്ട് ബേസ്. ആ ഫോളിങ് എഫക്റ്റൊക്കെ ഈ ഷെയ്ഡറിൽ എൻ്റെ പൊന്നെ കിഡിൻ്റെ ഷെയ്ഡറാണ് ബേസ് ഇട്ടിരിക്കണത്. വേറൊരു വൈബടാ. ഈ ഷെയ്ഡിട്ട് മാത്രമേ ഞാൻ ഇങ്ങോട്ട് വരാനുള്ളൂ. ഓക്കെ പിന്നെ
രണ്ട് അടിയന്മാരെ മുമ്പിൽ നിർത്തിയിട്ട് ഈ സ്കാവലായിട്ട്. ഓക്കെ, പിന്നെ ഈ ഷൾക്കറിൻ്റെ ഉള്ളിൽ ഞാൻ കാണിച്ചാണ് ഇതിൻ്റെ ഉള്ളിൽ TNT ആൾക്കാരെ ഒക്കെ അതിന് ട്രോള് കൊടുക്കുന്നുണ്ട്. വെയിറ്റ് ചെയ്ത് നിങ്ങൾ ട്രോൾ സെർവർ ആകുമ്പോൾ ഒരു ട്രോൾ കൊടുക്കാനിരിക്കുന്നത് വേണ്ട. ഈ ജസ്റ്റ് ഈ ഷൾക്കർ, ഈ 3 ലെയറുള്ള ഷൾക്കർ ഫുള്ള് നമ്മുടെ TNT ആണ് കേസ്. കണ്ട, ഇതിൻ്റെ ഉള്ളിൽ TNT. പിന്നെ ഈ വൈറ്റ് ഷൾക്കറിൻ്റെ ഉള്ളിലാണെങ്കിൽ എംബറാൾഡ് കുറേ ഉണ്ട് കേസ്. നമുക്ക് കാശും കൂടി അതിൽ വെക്കണ്ടേ. പിന്നെ ഇതിൻ്റെ ഉള്ളിലാണെങ്കിൽ നമുക്കത് ഓണാക്കാനുള്ളത്, TNT കത്തിക്കാനുള്ളത് സാധനങ്ങൾ. ഇതിൻ്റെ ഉള്ളിലാണെങ്കിൽ നമ്മുടെ ലൂട്ടിൽ കേസ്, നമ്മുടെ എന്താ വെച്ചാൽ നമ്മുടെ ലൂട്ട്, നമ്മുടെ ഓൾറെഡി നമ്മുടെ ലൂട്ട് തന്നെ കുറേ നമ്മുടെ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിലാണെങ്കിൽ ഫുൾ ഡയമണ്ട് ബ്ലോക്ക് തന്നെ റിച്ചാന്ന് ഞാൻ പറഞ്ഞില്ലേ. നമ്മൾ റിച്ച് ആയിരുന്നത് ഫുള്ള് ഇവിടെ നിന്ന് ആരും കട്ടുകൊണ്ട് പോയില്ല. ഫുൾ ടൈം 3 ഷൾക്കർ ഫുൾ ഡയമണ്ട് ബ്ലോക്ക്. പിന്നെ ഇതിൻ്റെ ഉള്ളിലാണെങ്കിൽ വീണ്ടും എമറാൾഡ്. ഓക്കെ, എമറാൾഡ് ആയിട്ട് കളിയില്ലേ, ഗ്രീനാണല്ലോ എമറാൾഡ്, നമ്മുടെ ഫേവറേറ്റ് ആണല്ലോ എമറാൾഡ്. ഓക്കെ, കണ്ട എടാ എങ്ങനെയുണ്ട് നിങ്ങൾ മൊത്തത്തിൽ പറയുക. വേറൊരു വൈബായിട്ടില്ല എൻ്റെ പൊന്നോ. ഇപ്പം ഇങ്ങോട്ട് നിങ്ങൾ വാഴ ട്രോൾസിൻ്റെ ഇതൊക്കെ നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കും. ഈ വീഡിയോസൊക്കെ കിഡിലെ വീഡിയോസൊക്കെ നമ്മൾ കൊണ്ടുവരാം. ഇവിടെ 2 നമ്മൾ നിർത്തിയിട്ടുണ്ട്. ഒരു പാടത്തിന് നമ്മൾ വെട്ടിക്കൊല്ലും. ഓക്കെ, ഈ ചെസ്റ്റിൻ്റെ ഉള്ളിൽ നമ്മളൊന്നും പറ്റില്ല, വല്ലാണ്ട് നമുക്ക് വെക്കാം. ഇതിൻ്റെ ഉള്ളിൽ പിന്നെ വീണ്ടും അവിടെ സാധനങ്ങൾ ഞാൻ നിരത്തി വെച്ച ഒരു ഡിസൈൻ പോലെ കണ്ട റെഡ് സ്റ്റോണും നമ്മുടെ TNT കാശത്തിൽ അധികം ഉണ്ട് കേസ്. ഫുൾ സെറ്റാണ് നമ്മൾ. പിന്നെ എനിക്ക് പറഞ്ഞാൽ വെച്ചാൽ ഇത്രയായിട്ട് വീഡിയോ കണ്ട ആൾക്കാർക്ക് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാർക്ക് നയിച്ചത് പവറാക്കുക ഗൈസ്. ഓക്കെ, ഞാൻ റെഡിയാണ്. ഇനി നമുക്കൊരു വീടൊക്കെ പണിയുന്നുണ്ട്. പിന്നെ നമ്മുടെ ഇവിടെ ഇലക്ഷനൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഗൈസ്. 3 പേര് ഇലക്ഷനൊക്കെ ഉണ്ട്. നമ്മുടെ മല്ലു, പശു, പിന്നെ വേറൊരു സോണെന്ന് പറഞ്ഞിട്ടുള്ള പുള്ളി, അവർ 3 പേരാണ് ഇലക്ഷൻ നിൽക്കുന്നത്. സോ നിങ്ങൾ ഓരോരുത്തരെയും വോട്ട് ചെയ്യിപ്പിക്കുക. നമ്മുടെ ഇൻസ്റ്റയിൽ റീലിട്ടുണ്ട് വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ അതൊക്കെയാണ് പരിപാടികൾ ഗൈസ്. വേറെ അങ്ങനെ പ്രത്യേകിച്ച് അങ്ങോട്ടൊന്നും ഇല്ല. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം.